വൈജ ബബിതയോട് പറയുന്നുണ്ട്, നീ പോയിട്ട് രോഹിത്തിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ആര്? രോഹിയേട്ടനോടോ? അങ്ങോട്ട് ചെന്നാൽ മതി, രോഹിയേട്ടനൊന്നും വരില്ല. പിന്നെ എനിക്ക് അവനെ കാണണ്ടേ? എനിക്ക് സ്റ്റെയർ കയറിപ്പോയി കാണാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? നീ അവനോട് പോയിട്ട് ഒന്ന് പറ. അമ്മേ, ഇവിടെ നടക്കുന്ന കൂത്തൊന്നും അമ്മയ്ക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. വന്ന് തന്നെ രോഹിയേട്ടൻ മുറി അടച്ചിരിപ്പാ. ആ അലീനുണ്ടല്ലോ, അവള് ഭക്ഷണമൊക്കെ ആയിട്ട് ചെന്നപ്പോൾ അതെല്ലാം രോഹിയേട്ടൻ മുറിയിൽ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനും കൃഷ്ണമോളും ഒക്കെ ചെന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. റൂമില് അച്ഛൻ കസേരടുത്ത് അടിക്കുകയും അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അന്ന് വൈകുന്നേരം തന്നെ ഗോവർദ്ധനങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ റൂമിന്റെ കുറ്റിയെല്ലാം പറിച്ചെടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രോഹിയേട്ടൻ ഇവിടുന്ന് ആരും കാണാതെ പുറത്തേക്ക് പോയി. ആ സമയത്ത് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് രോഹിയേട്ടനെ അടിച്ച് പഞ്ഞി കിട്ടു. അയ്യോ, എന്നിട്ട് എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചോ? ആ, നെറ്റിയൊക്കെ പൊട്ടി. 3-4 പേര് കൂടിയായിരുന്നു ചവിട്ടും അടിക്കൊക്കെ ചെയ്തത്. ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ടൊന്ന് കയറുമായിരുന്നു. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോയതുകൊണ്ടാ പിന്നെ അവന്മാരെല്ലാം തിരികെ പോയത്. രോഹിയേട്ടനിപ്പോൾ പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുക. അതും കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കയറിയപ്പോൾ ഒരേ കിടപ്പാ. നോക്കുമ്പം ചുട്ടുപൊള്ളുന്ന പനി. ഡോക്ടറെ കാണാൻ വരില്ലെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അച്ഛൻ പിന്നെ പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുക. ആഹാരമൊന്നും പിന്നെയും കഴിക്കുന്നില്ല. അവൾ എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ആ ഏട്ടൻ മേടിക്കുന്നില്ല. അവളിപ്പോൾ അവനെ കൂടി വശത്താക്കാനുള്ള പരിപാടിയായിരിക്കും. നാശം പിടിച്ചവള്. എൻ്റെ മക്കളെല്ലാം എൻ്റെ അടുത്ത് നിന്ന് അകറ്റാൻ വേണ്ടിയാ അവളുടെ പരിശ്രമം. ഇപ്പൊ കൃഷ്ണമോൾ അങ്ങോട്ടായല്ലോ, ഇനി അടുത്തത് രോഹിത് ആയിരിക്കും അവളുടെ ലക്ഷ്യം. പിന്നെ പയ്യെ പയ്യെ നിന്റെ അരികിലേക്കും വരും എന്ന് പറയാണ്. ഞാൻ എന്താമേ കൃഷ്ണമോളെ പോലെ കൊച്ചുകുട്ടികളാണോ? അവൾ പറഞ്ഞത് കേട്ട് അവളുടെ പാവടമേൽ തൂങ്ങാനായിട്ട്? എനിക്ക് അതിനൊന്നും പറ്റില്ല. നീ എന്തായാലും പോയി രോഹിയെ നോക്കിയിട്ട് വാ. എന്നിട്ട് അമ്മ വന്നു വിളിക്കുന്നെന്ന് ഒന്ന് പറ. എന്താ മറുപടി പറഞ്ഞെന്ന് അറിയാലോ. അങ്ങനെ വൈജ പതിയെ ഡ്രസ്സുകളെല്ലാം പറക്കിങ്ങനെ മാറ്റാണ്. ആ മുറി മൊത്തം ബബിത കുളവാക്കി ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. മാഡം, ഞാൻ ഈ മുറി ക്ലീൻ ചെയ്ത് തരാം. പിന്നെ ബബിത യൂസ് ചെയ്യുന്നുണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത്. ബാക്കിയെല്ലാ മുറിയും ഞാൻ തന്നെ അടച്ചു തുടയ്ക്കാറ്. വേണ്ട, നീ വന്ന് എന്നെ സഹായിക്കണ്ട. മര്യാദയ്ക്ക് ഇറങ്ങി പോടി എൻ്റെ മുമ്പിന്ന്. ഒരു കുടുംബം കലക്കാൻ വന്ന നാശം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അലീന അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതിനിപ്പോൾ ഞാൻ എങ്ങനെ വൃത്തിയാക്കും? എൻ്റെ ഈശ്വര, എൻ്റെ മുറി തന്നെയാണോ ഇത്? അവളിവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ഒരു വൃത്തിയുമില്ലാത്ത സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ബബിത നേരെ രോഹിത്തിന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. രോഹിയേട്ടാ, അമ്മ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് കയറാൻ വയ്യ. രോഹിയേട്ടൻ താഴേക്കൊന്ന് വരാവോന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ തിരിഞ്ഞു കിടക്കുകയാണ് രോഹിയേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അമ്മ താഴെ വന്നിരിക്കുക. അമ്മയ്ക്ക് കയറി വരാൻ വയ്യ, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഒന്ന് മിണ്ടാതെ പോടി ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് പുതപ്പെടുത്ത് മൂടിക്കൊണ്ട് കിടക്കാണ്. അങ്ങനെ ബബിത താഴേക്ക് പോവാണ്. പോയതിനു ശേഷം അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ രോഹിയേട്ടൻ വരില്ലെന്ന്? വെറുതെ പോയി ഞാൻ വഴക്ക് കേട്ടു. ഇറങ്ങി പോടിയെന്നും പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു കിടന്നു. പുതപ്പ് മൂടിയിട്ട് കിടപ്പുണ്ട്. അല്ല, അവന് പനി കുറവുണ്ടോ? എനിക്കറിയില്ല. നിനക്ക് പിന്നെ എന്നെ അറിയാടി? നീ വീട്ടിലൊന്നുമല്ലേ താമസിക്കുന്നത്? ദേ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറി മോളിൽ ചെന്നോളാം. ദയവ് ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഈ മുറി വൃത്തിയാക്കി ഇട്ടിരിക്കണം. നിന്റെ എല്ലാ സാധനം പറക്കിക്കൊണ്ട് നിന്റെ മുറിയിലേക്ക് പോയിക്കോണം. പിന്നെ ബാത്റൂം അത് വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇട്ടേക്കണം. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? വന്ന് കയറുമ്പം ഇവിടെ എൻ്റെ പഴയ മുറി പോലെ ഇരുന്നില്ലെങ്കിൽ ശരിയാക്കി നിന്നെ ഞാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈജ പതിയെ മുകളിലേക്ക് കയറി പോവാണ്. ബബിത ഓർക്കാണ്, ഞാനിതെങ്ങനെ ശരിയാക്കാനാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവിടെ ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഈ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വരികയാണ്. ബബിതേ, ഞാൻ ഈ മുറി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ? പെട്ടെന്നാട്ടെ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം അലീന പറയുന്നുണ്ട്, ബബിതേ, നിന്റെ ഡ്രസ്സൊക്കെ പറക്കിക്കൊണ്ട് പോക്കോ. അണ്ടർ ഗാർമെന്റ്സ് ഒന്നും എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതെല്ലാം എടുത്ത് പറക്കി കൊണ്ടുപോകാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും ബബിത തിരികെ വന്ന് അവളുടെ ഡ്രസ്സും സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് പോവാണ്. എല്ലാം എൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്, പോരെ? മതി. നിന്റെ എല്ലാ സാധനവും കൊണ്ട് നിന്റെ മുറിയിലേക്ക് വെച്ചോ. ബാക്കി മേഡത്തിൻ്റെ സാധനം മാത്രം ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ എല്ലാം ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ പോയതിനു ശേഷം അലീന ബെഡ് വിരിയും തലകാണിയുറയും എല്ലാം മാറ്റിയിരിക്കുന്നുണ്ട്. അങ്ങനെ ആ മുറി മുഴുവനും വൃത്തിയാക്കി തുണികളെല്ലാം അടുക്കി പറക്കി നല്ല കണ്ണാടി പോലാക്കാണ്. തറയെല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബാത്റൂമിനകത്തേക്ക് കയറി അതും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടവും വളരെ മനോഹരമായിട്ട് തന്നെ അടുക്കി ഒതുക്കി പറക്കി വെക്കാണ്. എന്നിട്ട് അലീന അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇതേ സമയത്ത് വൈജ പതിയെ പതിയെ ആ സ്റ്റെയറിന്റെ കൈവരികളിൽ പിടിച്ച് മുകളിലേക്ക് കയറാണ്. അങ്ങനെ ഒരുവിധം കുറേ നേരം കൊണ്ട് കഷ്ടപ്പെട്ട് വൈജ പിടിച്ച് മുകളിലേക്ക് കയറുന്നുണ്ട്.
അങ്ങനെ കയറി രോഹിയുടെ അടുത്തേക്ക് പോവാണ്. രോഹിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പം രോഹി അങ്ങോട്ട് തിരിഞ്ഞു കിടക്കായിരിക്കും. രോഹിയുടെ കട്ടിലിൽ പോയി ഇരിക്കുകയാണ് വൈജ. മോനെ എന്ന് വിളിക്കുമ്പോഴേക്കും രോഹിത് മിണ്ടുന്ന പോലും ഇല്ലാട്ടോ. വീണ്ടും എടാ രോഹി എന്ന് വിളിക്കുമ്പോഴേക്കും എന്താ എന്ന് ചോദിച്ചുകൊണ്ട് പുതപ്പ് മാറ്റുന്നുണ്ട്. എടാ അമ്മയാടാ, എത്ര കാലം കഴിഞ്ഞാ നിന്നെ ഞാനൊന്ന് കാണുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയ പിന്നെ നീ ഒരു തവണ എന്നെ കാണാൻ വന്നുള്ളൂ, പിന്നെ എന്നെ കാണാൻ പോലും വന്നിട്ടില്ല. അതിനുശേഷം ഇത്രയും കാലം കഴിഞ്ഞല്ലേ അമ്മ വരുന്നത്. അമ്മ അവളോട് പറഞ്ഞു വിട്ടതല്ലേ ഒന്ന് താഴേക്ക് വരാൻ. എത്ര നേരം കൊണ്ടാ അമ്മ ഇങ്ങോട്ടേക്ക് കയറുമെന്ന് നിനക്കറിയോ? അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. മരണത്തിൽ നിന്നാ അമ്മ തിരിച്ചു വന്നത്. അതെല്ലാം മോൻ അറിയാവുന്നതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് മോൻ അമ്മയുടെ അടുത്തേക്ക് വരാതിരുന്നത്? എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ പോവോ പ്ലീസ്. ഞാൻ ആരെ ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കാൻ വരുന്നത്? ഞാൻ ആ ജയിലിലെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു, അവിടുത്തെ അടിയും തൊഴിയും കൊണ്ടാൽ മതിയായിരുന്നു, സമാധാനത്തോടെ കിടക്കായിരുന്നു. ഇവിടെ വന്ന് എല്ലാവരും ടോർച്ചർ കാരണം എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട്. എടാ ഞാൻ നിന്റെ പെറ്റമ്മയാ, ഞാൻ നിന്നെ എന്താണ് ടോർച്ചർ ചെയ്തത്? ഒന്ന് മിണ്ടാതിരിക്കോ? ഇത് തന്നെ വലിയൊരു ടോർച്ചറാ. ദയവ് ചെയ്ത് ഈ മുറിയിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോവോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കൊന്നുതാ, ഒരു സമാധാനം വരട്ടെ എന്ന് പറയാണ്. എടാ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ നീ എങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഞാൻ നിന്റെ സ്വന്തം പെറ്റമ്മയല്ലേ, പിന്നെ നിനക്ക് എന്നോട് എന്താ ഇത്രയൊക്കെ ദേഷ്യം? ബബിതയോടും കൃഷ്ണയോടും എല്ലാം നിനക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞു. ഹാലീനെ വന്നും തടവുമ്പോൾ മാത്രം നിനക്കൊരു കുഴപ്പമില്ലല്ലേടാ. ഛേ, അമ്മയ്ക്ക് എന്താ കുഴപ്പം? അവളെ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ, അവൾ അച്ഛൻ്റെ മകളാണെന്ന്. DNA ടെസ്റ്റ് എടുക്കാൻ വരെ അവൾക്ക് സമ്മതമാണെന്നാ അവൾ പറഞ്ഞത്. പിന്നെ എന്താ അമ്മയ്ക്ക് കുഴപ്പം? അമ്മയാ എല്ലാത്തിനും കാരണക്കാരി. ഞാനോ? ഞാൻ എന്താണ് ചെയ്തത്? നിങ്ങളെയൊക്കെ അമിതമായി ഞാൻ സ്നേഹിച്ചു, അതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുകയാണ്. പിന്നെ അമ്മ കുറെ സ്നേഹിച്ചു. അമ്മ കൂടുതലൊന്നും പറയണ്ട. എടാ നീ ഇതുപോലെ തെറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്ന് നിനക്കറിയോ? എല്ലാവരും വന്ന് എന്നെ ഓർന്നൊക്കെ പറഞ്ഞ് കളിയാക്കായിരുന്നു, നാണം കെടുത്തതായിരുന്നു. ആ ഹോസ്പിറ്റലിൽ കിടന്ന് പൊട്ടിക്കരയായിരുന്നു ഞാൻ. നിനക്കറിയായിരുന്നോ എൻ്റെ അവസ്ഥ? കൈയും കാലും താടിയിലും ഒടിഞ്ഞ് നട്ടല് വരെ ഒടിഞ്ഞ് അവിടെ ഞാൻ കിടപ്പായിരുന്നില്ലേ? എന്നെ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വന്നോ? ഒരു ദിവസമെങ്കിലും നീയോ നിന്റെ സഹോദരിമാരോ ഒന്ന് നിൽക്കാൻ വന്നോ? എൻ്റെ ഭർത്താവ് വരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ കുത്തി നോവിക്കാൻ, അല്ലാതെ വേറെ ആരെങ്കിലും വന്നോടാ? എൻ്റെ ആങ്ങളമാരോ ആരും വന്നില്ല. കാശ് കൊടുത്ത ആ സുലോചന അവിടെ നിന്നത്, പിന്നെ നഴ്സുമാരാ എന്നെ നോക്കിയത്. ഇത്രയൊക്കെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സഹോദരന്മാരും അമ്മാവന്മാരും കുടുംബക്കാരും മക്കളും ഭർത്താവും എല്ലാം ഉണ്ടായിട്ടും ഒരു അനാഥയെ പോലെ ഞാൻ അവിടെ കിടക്കായിരുന്നു. ഇന്ന് തന്നെ ഞാൻ പോകാൻ പോയത് ആറൂടെന്നറിയോ? എൻ്റെ വീട് നോക്കി വെച്ച ബ്രോക്കറിന് കൂടെ. അയാൾ ആ ടാക്സി വിളിച്ചോണ്ട് വന്നത്. വേറെ ആരും ഇല്ലായിരുന്നു എന്നെ കൊണ്ടുവരാൻ. ആ സമയത്താ നിന്റെ അമ്മാവന്മാർ വന്നത്. അതും വേറൊന്നിനു വേണ്ടി വന്നതല്ല, ഞാൻ ഡിസ്ചാർജ് ആവുമെന്ന് അറിഞ്ഞ് എന്നെ സഹായിക്കാൻ വന്നതുമല്ല, എന്നെ ഇങ്ങോട്ടൊന്നും തള്ളാൻ വന്നതാ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് വൈജ കയറിപ്പോകുന്നത് ബാലേന്ദ്രൻ കാണുന്നുണ്ട്. അപ്പൊ ബാലൻ താഴേക്ക് വരികയാണ്. ആലീനോട് ചോദിക്കുന്നുണ്ട്, അല്ല മോൻ്റെ മുറിയിലേക്ക് അമ്മ പോയിട്ടുണ്ടല്ലോ, ഇനി എന്തൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുമെന്ന് ആർക്കറിയാം? അച്ഛാ അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇത്രയും കാലം ശേഷം മാഡം മോനെ കാണുമല്ലേ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കാണുമല്ലോ. എൻ്റെ പൊന്നലീന, വൈജയെപ്പറ്റി നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലേ? അവളുടെ സ്വഭാവം എന്താണെന്നേ നന്നായി പഠിച്ചവനാ ഞാൻ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ആങ്ങളമാരുടെ നിർബന്ധപ്രകാരമാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്, അതും ഗംഗേട്ടൻ വന്നുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അവളുടെ സ്വഭാവം എനിക്കറിയാമല്ലോ. നിന്നെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് അവളുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവൾ വരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഗംഗേട്ടൻ്റെ പിടിയാലെ വലിച്ചോണ്ട് വന്നതാ ഇങ്ങോട്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാലോ, നീയാ അവളുടെ ശത്രു. അതുകൊണ്ട് രണ്ട് മക്കളെയും പറഞ്ഞ് മയക്കി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോവാനേ അവൾ ശ്രമിക്കുകയുള്ളൂ. നീ കണ്ടോ, ഏറിപ്പോയാൽ ഒരാഴ്ച അല്ലെ 2 ആഴ്ച, അതിനിപ്പുറം അവൾ ഇവിടുന്ന് ആലമുണ്ടാക്കി പോകും. ആങ്ങളമാരെയോ അച്ഛനെയോ അമ്മയോ ഭർത്താവിനെയോ ആരെ അനുസരണയില്ലാത്ത ഒരു ജന്തു അത്. കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കാണുന്നതല്ലേ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് അതിന് വൈജ എന്ന് പേരിട്ടിരിക്കുന്നതാണ് ആ സ്ത്രീരൂപം എന്ന് പറയാണ്. ദേ അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും മേഡവേ എൻ്റെ അമ്മയാ, എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എന്ന് പറയുമ്പം നീ ഒന്ന് പോടി നിന്റെ അമ്മ. അത് ഞാൻ ഓർക്കുന്നേ, നിനക്ക് മിക്കവാറും നിന്റെ അച്ഛൻ്റെ സ്വഭാവമായിരിക്കും. ഈ സ്വഭാവം എന്തായാലും നിനക്ക് കിട്ടിയിട്ടില്ല.
വൈജ എന്ന ആ ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവം കിട്ടിയേക്കുന്നതേ മൂത്ത മോക്ക ബബിതയ്ക്കും രോഹിത്തിനും. അതെന്തായാലും പപ്പാത് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല അച്ഛാ. ബബിതയ്ക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ബബിതയാണേലും മാഡത്തിലൂടെ പറഞ്ഞു കേട്ടു, നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം, നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ പറച്ചിലേ ഉള്ളൂ മോളെ, അല്ലാതൊന്നും ഇല്ല. അവള് ഭയങ്കര തരികടിയാണെന്നാ എൻ്റെ അറിവ്. നീ വന്ന് പറഞ്ഞല്ലോ അവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. അച്ഛാ, അത് ഞാൻ ഇപ്പോഴും പറയാ. ബബിതയുടെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു കണ്ണ് വേണം. ബബിതയുടെ പോക്കിപ്പോൾ അത്ര ശരിയല്ല എന്ന് പറയാണ്. നീ എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തേലും പ്രത്യേകിച്ച് കാരണം കാണുമല്ലോ. അതെ അച്ഛാ, അവൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അതത്ര ശരിയൊന്നുമല്ല. ആ പയ്യൻ കുറച്ച് ഫ്രോഡാണെന്നാ എൻ്റെ അറിവ്. പിന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം മനുവേട്ടനോട് പറഞ്ഞിരുന്നു. മനുവേട്ടൻ വന്ന് അവളെ ശരിക്കൊന്ന് ഭീഷണിപ്പെടുത്തി വഴക്ക് പറഞ്ഞിട്ടാ പോയത്. എങ്കിലും ഇപ്പോഴും അത് തുടരുന്നുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? ഞാനറിയാതെ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? അച്ഛാ, അച്ഛനൊന്ന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തുണ്ടായ സംഭവങ്ങളൊക്കെയാ. അതൊക്കെ അച്ഛനെ പറഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ആയിട്ട് ഞാൻ ഓർത്തു. അതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനോട് പറഞ്ഞത്. എന്തായാലും മനുവേട്ടൻ അവളുടെ ആങ്ങളുടെ സ്ഥാനമല്ലേ, അതുകൊണ്ട് തന്നെ വന്നിട്ട് നല്ല രണ്ടെണ്ണം പറയുകയും ചെയ്തു. അതിൽ പിന്നെ കുറച്ചൊക്കെ ഒതുക്കമുണ്ടച്ചാ. ഇപ്പം ആ പയ്യനെ അങ്ങനെ കാണാൻ പോവാറൊന്നുമില്ല. അല്ല, ഏതാ പയ്യൻ? അതെനിക്കറിയില്ല, അവളുടെ കോളേജിലുള്ളതാ. പക്ഷേ കൃഷ്ണ പറഞ്ഞറിയാം. അപ്പോൾ കൃഷ്ണമ്മക്കും അറിയോ? പിന്നെ അവൾക്കറിയാം. അവളും കുറേയൊക്കെ പറയാറുണ്ട്. അവനൊരു ഫ്രോഡാണെന്നാ അവൾ എന്നോട് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുവേട്ടനെ അറിയിച്ചാൽ മതി, കൈകാര്യം ചെയ്തോളാന്നാ മനുവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മേഡത്തിൻ്റെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാച്ചാ. അവൾ പെൺകുട്ടികളല്ലേ, പെൺകുട്ടികൾക്ക് എപ്പോഴും അമ്മമാരുടെ സാമീപ്യമൊക്കെ ആവശ്യമുള്ള സമയമായത്. അമ്മമാർക്ക് പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കാനാവുള്ളൂ. നീ ആരുടെ കാര്യം അല്ല ഈ പറയുന്നേ? അമ്മ എന്ന്. അവളോ ആ വൈജിയോ? ഒരിക്കലും ഇല്ല. എൻ്റെ മക്കളുടെ കുട്ടിക്കാലത്ത് പോലും നല്ല സ്നേഹം അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോഴും അവരുടെ ദേഷ്യവും വാശിയും തന്നെയാ. വന്നു കയറിയാ കഴിച്ചോ എന്ന് പോലൊരു വാക്ക് മക്കളോട് ചോദിക്കില്ല. വന്നു കയറുന്ന പാടെ ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്ന ആയിരിക്കും അവളുടെ സ്ഥിരം ജോലി. നീ അല്ലെങ്കിൽ കൃഷ്ണയോട് ചോദിച്ചു നോക്ക്, ഒരു സ്നേഹപ്രകടനം, ഒരു സ്നേഹ വാക്ക് പോലും സംസാരിച്ചിട്ട് കൂടിയില്ല. എപ്പോഴും അവൾക്ക് അവളുടെ കാര്യം, സെൽഫിഷ് ചിന്താഗതി മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ, അല്ലാതെ വേറൊന്നും അവളുടെ മനസ്സിലില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനും അലീനയും കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ബബിതയാണെങ്കിൽ മുറിയിലേക്ക് നോക്കുമ്പോൾ നല്ല കണ്ണാടി പോലെ ഇട്ടിരിക്കുകയാണല്ലോ അമ്മയുടെ മുറി. അവൾ വന്ന് ആശ്ചര്യത്തോടുകൂടി അത് നോക്കുന്നുണ്ട്. ബാലൻസ് ഉള്ള അവളുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവളുടെ മുറിയിൽ കൊണ്ടാക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോളും സ്കൂൾ കഴിഞ്ഞ് വരുന്നുണ്ട്. വരുമ്പം അലീനയെ കാണുകയാണ്. ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പം അല്ല അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ്. അമ്മ മുകളിലേക്ക് പോയി രോഹിയുടെ അടുത്തേക്ക്. എന്നിട്ടോ രോഹിയുടെ മിണ്ടിയോ? എന്ത് പറഞ്ഞു? അറിയില്ല മോളെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. വെറുതെ എന്തിനാ കൃഷ്ണെ നീ പോയി തല്ലുകൊള്ളുന്നത് എന്ന് ബാലൻ ചോദിക്കുമ്പം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് ഊരി വെച്ചിട്ട് അവൾ നേരെ മുകളിലത്തെ മുറിയിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പം വൈജ പറയുന്നുണ്ട്, എടാ നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. അവള് ആ അലീനുള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാൻ നമുക്ക് പറ്റില്ല. അവൾക്കിപ്പോൾ ഈ വീടിൻ്റെ സർവ്വ അധികാരവും. നിങ്ങളുടെ അച്ഛൻ മിക്കവാറും ഉടൻ തന്നെ അവളെ വിവാഹം കഴിക്കായിരിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് നാണം കെട്ട് ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് നമുക്ക് പോകാം. നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പഠിച്ചോ, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, എല്ലാത്തിനും ഈ അമ്മ സമ്മതിക്കാം. നമുക്ക് വേറെ വീട് എടുത്ത് മാറി താമസിക്കാം. വീടിൻ്റെ വാടകയും അഡ്വാൻസും എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അവിടെ ഫുൾ ഫർണിഷ്ഡാ. നമ്മൾ അങ്ങോട്ട് കയറി താമസിച്ചാൽ മതി, വേറെ ഒന്നും അറിയണ്ട. ഈ ആഴ്ച തന്നെ നമുക്ക് മാറാം എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ, എനിക്ക് കുറച്ചെങ്കിലും സ്വസ്ഥത തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് പതിയെ കൃഷ്ണമോള് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല എന്താ നിന്റെ അമ്മ പറയുന്നത്? പതിവ് പല്ലവി തന്നെ, അമ്മ ഒരിക്കലും മാറാൻ പോണില്ല അച്ഛാ. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ വീട്ടിലേക്ക് മാറാന്നാ ചേട്ടനോട് പറയുന്നത്. അലീന ഉള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും അവളുടെ മുഖം കാണാൻ പറ്റില്ലെന്നൊക്കെ അമ്മ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതിന് നിന്റെ ഏട്ടൻ എന്ത് പറഞ്ഞു? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മയുടെ കാര്യം നോക്കി പോകാൻ നോക്ക്, വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട്
ആ ചേട്ടൻ പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ അവന് പോകാൻ മനസ്സൊന്നും ഇല്ലേ? മനസ്സൊക്കെ കാണുവച്ചാ, ഇപ്പോൾ ഈ മാനസികാവസ്ഥയല്ലേ, അതുകൊണ്ടായിരിക്കും. മുറിയിലേക്ക് ആരും ചെല്ലുന്നത് പോലും ഏട്ടന് ഇഷ്ടമില്ല. മാനസികമായിട്ട് തകർന്നിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ ശരി ശരി, മോള് പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിക്കേ, ഞാൻ ചായ എടുത്തു തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീനയും കൃഷ്ണമോളും രണ്ടു വഴിക്ക് പോവാണ്. ബാലേന്ദ്രൻ അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഡെസ്കിൽ ഇങ്ങനെ കൈയും വെച്ചുകൊണ്ട് അവിടെ നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ നേരെ വൈദ്യ ചോദിക്കാണ്, എടാ അപ്പോൾ നീയും വിശ്വസിക്കുന്നുണ്ടോ അലീന നിന്റെ പെങ്ങളാണെന്ന്? അമ്മേ, മിനിങ്ങാന്ന് തന്നെ ആ പെണ്ണ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ ചേച്ചിയാ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി DNA ടെസ്റ്റ് എടുത്ത് നോക്കാൻ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ, അമ്മയുടെ സഹോദരന്മാരെ സഹിതം ഇപ്പം വിശ്വസിച്ചിരിക്കുകയല്ലേ അച്ഛൻ്റെ മകളാണെന്ന്. കൃഷ്ണമോളും വിശ്വസിച്ചു, മനുവേട്ട വിശ്വസിച്ചു, മുത്തശ്ശി പോലും വിശ്വസിച്ചു. പിന്നെ അമ്മയ്ക്ക് എന്താ അതിൽ കുഴപ്പം? അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുമ്പം അതിനൊരു കുഴപ്പമില്ലടാ. എൻ്റെ ഭർത്താവ് കഴിഞ്ഞ 10-21 വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്ന ആളാ. ഇങ്ങനൊരു മകളുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾക്കൊരു മകളുണ്ടെന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാ ഞാൻ എന്താ പറയണം? നീ തന്നെ പറ. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവളുടെ അടിമയായിട്ട് ഞാൻ കിടക്കണോ? നാട് മൊത്തം ഈ പറഞ്ഞില്ലേ ഞാനൊരു 2ാം ഭാര്യയാണെന്ന്. അമ്മേ, സ്വന്തം മകൻ റേപ്പ് കേസിലെ പ്രതിയാണെന്നുള്ളത് അമ്മ സഹിച്ചല്ലോ, പിന്നെയാണ് ഇത് എന്ന് ചോദിക്കാണ്. നിനക്ക് പനി കുറവുണ്ടോടാ? ആ കുറവുണ്ട്. നീ വല്ലതും കഴിച്ചോ? അമ്മേ, ദയവ് ചെയ്ത് ഈ മുറിന്ന് ഒന്നിറങ്ങി പോവോ? എടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ കാണാൻ വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്. നിങ്ങളെപ്പോലല്ലേ, നിങ്ങളെ മാത്രമല്ലേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. അമ്മ ആ ഡയലോഗ് മാത്രം പറയണ്ട. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇന്നേ വരെ ജീവിച്ചിട്ടില്ല, ഞങ്ങളെ സ്നേഹിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് എന്നും അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ടം, അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ തീരുമാനം, അത് മാത്രമായിരുന്നു അമ്മയ്ക്ക് വലുത്. ചെറിയ കാലം തൊട്ടേ അമ്മയെന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ 3 മക്കളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് അമ്മയാ. ഏതൊരു ഡ്രസ്സ് മേടിക്കണമെന്ന് പോലും പറഞ്ഞിരുന്നത് അമ്മയാ. അച്ഛനതിൽ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല അല്ലേ? അമ്മ പറഞ്ഞ എന്തും അച്ഛൻ മിണ്ടാൻ നിന്ന് കേൾക്കായിരുന്നു. അച്ഛന് കാരണം അമ്മ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മ പറഞ്ഞ് എന്തും അച്ഛൻ മേടിക്കായിരുന്നു, എന്തും ചെയ്യായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും അച്ഛൻ തയ്യാറായിരുന്നു അല്ലേ? ഞങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മ അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും ചോദിക്കായിരുന്നോ? എപ്പോഴും അമ്മയുടെ കാര്യം വൈജ വൈജ വൈജ. വൈജ എന്തോ വലിയ സംഭവമാണെന്ന അമ്മയുടെ വിചാരം. ഒന്നും അല്ലമ്മേ, അമ്മയുടെ ഒരു തോന്നൽ മാത്രമാ. അമ്മ ഇപ്പോൾ വട്ടപൂജ്യം. അമ്മയ്ക്കിപ്പോൾ ഭർത്താവിനെ വേണ്ട, മക്കളെ വേണ്ട. അമ്മയ്ക്ക് ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും ജയിക്കണം, അലീനെ ജയിക്കണം, അമ്മയുടെ കാര്യം നടക്കണം, വൈജ വലിയ സംഭവമാണെന്ന് എല്ലാവരും അറിയിക്കണം. ഇത് മാത്രമേ ഉള്ളൂ അമ്മയുടെ മനസ്സിൽ. അല്ലാതെ ഞങ്ങളെ മക്കളുടെ ആഗ്രഹങ്ങളെ പറ്റിയോ ഇഷ്ടങ്ങളെ പറ്റിയോ ഒന്നും അമ്മയ്ക്ക് അറിയണ്ട. ഞങ്ങൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നതെന്നോ ഞങ്ങൾ വഴിപഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണോന്നോ ഒന്നും അമ്മയ്ക്ക് അറിയേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് എപ്പോഴും വൈജ വൈജ വൈജ. വൈജ അങ്ങനാണ്, വൈജ ഇങ്ങനാണ്, ഇത് മാത്രമേ അമ്മയ്ക്ക് അറിയുള്ളൂ എന്ന് പറയാണ്. ഡാ, നീ പറഞ്ഞു വരുന്ന എന്താടാ? അപ്പം ഞാൻ നിനക്ക് വേണ്ടിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ലേ? നിന്നെ ഒന്നും സ്നേഹിച്ചിട്ടില്ലേ? ഇല്ലമ്മേ, ഒട്ടും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അമ്മയുടെ നിന്ന് കിട്ടാത്ത സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വഴിക്കും പോണത്. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അമ്മയുടെ നിന്ന് കിട്ടാത്ത സ്നേഹം തിരിച്ചറിയാൻ പോകുന്നൊരു മോൻ. എടാ, നീ പണ്ടും ഇതുപോലെ ആ അലീനോട് മോശമായി പെരുമാറിയില്ലേ? ഇപ്പോൾ ആ പെണ്ണിനോടും നിന്റെയൊക്കെ സ്വഭാവം താറ സ്വഭാവമാടാ. അതെനിക്ക് മനസ്സിലായി. അത് അമ്മയുടെ വളർത്തുഗുണം കൊണ്ടാ. അമ്മ ഞങ്ങൾ എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും എന്താണ് പെണ്ണെന്നോ എന്താണ് സ്ത്രീന്നോ അവരെങ്ങനെ ബഹുമാനിക്കണമെന്നോ എന്തെങ്കിലും ഒരു വാക്ക് അമ്മയുടെ വായിന്ന് വീണിട്ടുണ്ടോ? ഒന്നുമില്ല. അമ്മയ്ക്കെന്നും അമ്മയുടെ കാര്യങ്ങൾ മാത്രം. വൈജി എപ്പോഴും രാജ്ഞിയായിട്ടിരിക്കണം, അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ മനസ്സിൽ. ഹരിയും അതുപോലെ തന്നെയായിരുന്നു. കമലയാൻറ്റി ആണെങ്കിലും അവനെ ഒന്നും പറയില്ല. അവൻ്റെ എല്ലാ തോന്നുവാസിനും കൂട്ടു നിൽക്കും. അവൻ എപ്പോൾ വരുന്നോ എപ്പോൾ പോണോ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ലായിരുന്നു. അച്ഛൻ എപ്പോഴും ശ്രദ്ധിക്കായിരുന്നു ഞങ്ങൾ എപ്പോഴാ പോണേ എപ്പോഴാ വരുന്നെന്ന്. എന്നിട്ടും ഞാൻ കൈവിട്ടു പോയി. അതിൻ്റെ കാരണക്കാരി അമ്മ ഒറ്റയിരുത്തിയ. പക്ഷേ ഹരിയുടെ അവിടെ അച്ഛനില്ലാഞ്ഞിട്ടും കമലയാൻറ്റി അവന് ഫുൾ ഫ്രീഡം കൊടുത്തു. അവനെല്ലാം ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അവനാ ഇതിനെല്ലാം കാരണക്കാരൻ. എൻ്റെ മനസ്സ് മാറ്റിയെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതും അവനാ. പിന്നെ എന്നെ ഞാൻ പറയണമല്ലോ,
ഞാൻ അത്രയ്ക്ക് കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. മനസ്സിലാക്കി പെരുമാറാൻ എനിക്ക് ശ്രമിക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ എഴുത്തിയാ. നിങ്ങളൊരു നല്ല അമ്മയാണോ എന്ന് ചോദിക്കാണ്. ഡാ, നീ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് അമ്മ കേട്ടില്ലേ? നിങ്ങളൊരു നല്ല അമ്മയാണോന്ന്. ഒരിക്കലുമല്ല. ഇനിയെങ്കിലും നല്ലൊരു അമ്മയായി ജീവിക്കാൻ ശ്രമിക്ക്. നിങ്ങൾക്കിപ്പോൾ 3 കുട്ടികളില്ലേ? ആ കുട്ടികളുടെ അമ്മയായിട്ട് ഒന്ന് ജീവിക്ക്. പിന്നെ ബബിതയുടെ പോക്കും അത്രയ്ക്ക് ശരിയൊന്നുമല്ല. അതമ്മ അറിഞ്ഞാൽ കൊള്ളാം. അല്ല, ഇനി ഇവിടെ നിന്നുകൊണ്ട് ആ അലീനെ പോരെടുത്തുകൊണ്ട് എങ്ങനെ എടുത്ത് പറഞ്ഞയക്കാന്ന് ചിന്തിക്കുകയാണെങ്കിലേ അമ്മ അങ്ങനെ തന്നെ ചിന്തിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അമ്മയൊരു കാര്യം ഓർക്കണം. അമ്മയുടെ പിടിവാശിയും അമ്മയുടെ വൈരാഗ്യവും കൊണ്ട് ഇല്ലാതായി പോകുന്നത് ഞങ്ങളുടെ മക്കളുടെ ജീവിതമാണ്. അമ്മയ്ക്കാന്ന് പറയേണ്ട കാര്യമില്ലായിരിക്കും. അമ്മയുടെ ഈ അഹങ്കാരം പിടിച്ച സ്വഭാവം കാരണം അച്ഛനും ഇങ്ങനെ ആയിപ്പോയത്. അലീന അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞല്ലോ. വർഷങ്ങൾക്ക് ശേഷം വന്ന് കയറി. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യാനാവും? അതുകൊണ്ട് അച്ഛൻ സ്വന്തം മകളായണ്ട് ചേർത്ത് പിടിച്ചു. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരെ. അല്ലാതെ ഇങ്ങനെ വാശിയും വൈരാഗ്യം വെച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ വീട് ഇങ്ങനെ അതപ്പതിച്ച് പോയത്. എന്ത് സമാധാനം സന്തോഷമുള്ള വീടായിരുന്നു. എല്ലാം നശിച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാണ്. ഡാ, ഞാൻ കാരണമാണോ? ആ നശിച്ചവൾ വന്ന് കയറിയ പിന്നെയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ വന്ന് കയറിയെങ്കിൽ അവൾ ആരാണെന്ന് അമ്മ അറിഞ്ഞല്ലോ. അമ്മ എന്തിനാ ആവശ്യത്തെ വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛന് പറ്റിയ തെറ്റ് പണ്ട് അമ്മയ്ക്കാ പറ്റിയിരുന്നെങ്കിൽ അമ്മ ഇപ്പോൾ വരുന്ന മകളെ സ്വീകരിക്കാമായിരുന്നോ എന്ന് ചോദിക്കുമ്പം വൈജ ഞെട്ടി വരച്ച് നോക്കാണ്. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അമ്മ ഇതുപോലെ അച്ഛനറിയാതെ നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടിയുണ്ടെന്ന് വെച്ചോ. ആ കുട്ടി വന്ന് വീട്ടിലേക്ക് കയറാണെങ്കിൽ അമ്മ അതിനെ സ്വീകരിക്കുമോ ഇല്ലയോ? അത് മാത്രം അമ്മ ചിന്തിച്ചു നോക്ക്. അതുതന്നെയല്ലേ അച്ഛൻ്റെ അവസ്ഥ എന്ന് പറയാണ്. ഇത് കേട്ട് വൈജയ്ക്ക് ഒന്നും മിണ്ടാനില്ല. അവൻ്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ വൈജ ഞെട്ടിപ്പോകുന്നുണ്ട്. ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞു നിൽക്കുകയാണ്. അമ്മേ, ദയവ് ചെയ്ത് ഇവിടെ ഞാൻ സ്വസ്ഥമായി കിടന്നോട്ടെ. എന്നെ ശല്യപ്പെടുത്താൻ വന്നാൽ പിന്നെ ഞാൻ ജീവനോട് പോലും കാണില്ല. ഞാൻ മരിച്ചു കളയും. അതുകൊണ്ട് ഒന്നിറങ്ങി പോവോ? എനിക്ക് ആരോടും സംസാരിക്കാനും വയ്യ, ഒന്നിനും വയ്യ. മാനസികമായി ഞാൻ തകർന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വൈജ ഒരു മരവിച്ച അവസ്ഥയിൽ പതിയെ പതിയെ അവിടെ നിന്നിറങ്ങി താഴേക്ക് പോവാണ്. അങ്ങനെ അവൾ പതിയെ ഇറങ്ങി അവളുടെ മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ബാലചന്ദ്രൻ ഹാളിൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. ബാലചന്ദ്രനെ അവൾ രൂക്ഷമായിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ മുറി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അടുത്ത ഷോക്കാണ്. ആ മുറി മുഴുവനും മുമ്പ് കിടന്നതുപോലല്ല, നല്ല കണ്ണാടി പോലെ ആക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. എല്ലായിടവും അടുക്കി പറിച്ച് പറക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ബബിതേ ബബിതേ എന്ന് വൈജ വിളിക്കുന്നുണ്ട്. ആരടി ഈ മുറി വൃത്തിയാക്കിയത്? അത് പിന്നെ നീ ഈ മുറി ഇങ്ങനെ വൃത്തിയാക്കിയത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം അല്ലേ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ, ഞാൻ വൃത്തിയാക്കാൻ പോയപ്പം ആ അലീന വന്നിരുന്നു. അവൾ വൃത്തിയാക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. അമ്മേ, എന്തായാലും അവളെ അച്ഛനൊരു മാസം കാശ് മേടിക്കുന്നുണ്ട് ഇവിടുത്തെ ജോലി ചെയ്യുന്നതിന്. പിന്നെ ജോലി ഏൽപ്പിച്ചാ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. ആ, ഒന്നുമില്ല, മിണ്ടാതെ പൊക്കോ ഇറങ്ങി. ഇനി മേലാൽ എൻ്റെ മുറിയിലേക്ക് കയറി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അകത്തേക്ക് കയറാണ്. ബബിത അവിടുന്ന് മിണ്ടാതെ ഫോണിൽ ഞോണ്ടിക്കൊണ്ട് പുറകോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അലീന അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അലീന ഒതുക്കിയതിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുമെന്ന് പേടിച്ച് നിൽക്കായിരിക്കും. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അകത്തേക്ക് പോയതുകൊണ്ട് തന്നെ അലീനയെ സമാധാനത്തിൽ അകത്തേക്ക് പോകുന്നുണ്ട്. വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.